ശ്രീ അജ്മൽ, താങ്കൾ ഓരോ ചോദ്യങ്ങൾ, അതായത് പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന ഓരോ ചോദ്യങ്ങൾ നിരത്തി തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയെ താങ്കൾ ആ യൂട്യൂബ് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് അതിന്റെ എല്ലാ സീക്രസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെയല്ല എന്നാണ്. ഇതിന് പിന്നിൽ അപ്പോൾ ട്യൂഷൻ സെന്റർ ഉടമകളും അതുപോലെ തന്നെ ഒരു വിഭാഗം അധ്യാപകരും അടങ്ങുന്ന വലിയൊരു മാഫിയ ഉണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് അങ്ങനെ ഒരു സെക്യൂരിറ്റി പൊതുവെ SSLC അല്ലെങ്കിൽ പബ്ലിക് എക്സാംസിന് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സീക്രസിയും സെക്യൂരിറ്റി ഒന്നും അർദ്ധവാർഷിക പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ഓണ പരീക്ഷകൾക്കോ മറ്റ് മോഡൽ പരീക്ഷകൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകളിൽ ഉണ്ടാവും. ഒരാൾക്ക് പൊട്ടിച്ച് വായിച്ചാൽ പോലും അത് സീൽഡോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഒരു അധ്യാപകനെ വേണമെങ്കിൽ പൊട്ടിച്ച് വായിക്കാവുന്നതേ ഉള്ളൂ. ഭൂരിഭാഗം അധ്യാപകരും അതൊരു ധാർമ്മികമായിട്ട് ശരിയല്ലാത്ത കാര്യമായതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ചില ആളുകളെങ്കിലും ഈ ചോദ്യ പേപ്പറുകൾ നേരത്തെ അതിന്റെ തൽപര കക്ഷികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഗെയിം എന്താന്ന് വെച്ചാൽ, തലേ ദിവസം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ആവിർഭാവത്തിന് ശേഷം തലേ ദിവസം പ്രെഡിക്ഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്ഷൻസ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ പല ആളുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടൊന്നും അവർ പ്രെഡിക്റ്റ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, കുറച്ച് പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് പാറ്റേൺസ് പ്രവചിക്കാൻ പൊതുവെ എളുപ്പമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർഷങ്ങളായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചുകൂടി ഈസി ആയിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2007 ഞാൻ SSLC പഠിച്ച സമയത്ത് 4000 ആളുകൾക്കാണ് മുഴുവൻ A+ ഉണ്ടായിരുന്നെങ്കിൽ 2024 അത് 70,000 ആളുകൾക്കാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ചോദ്യങ്ങൾ പൊതുവെ നിലവാരം കുറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ അവിടെയും പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് പാറ്റേൺസ് ഒക്കെയാണ് പൊതുവെ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ എന്തുകൊണ്ട് ഇത്തരം ചോദ്യ പേപ്പർ ചോർത്തപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. എവിടെയാണോ കൂടുതൽ ചോദ്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നത് ആ പ്ലാറ്റ്ഫോമിലായിരിക്കും കുട്ടികൾ കൂടുതൽ ജോയിൻ ചെയ്യുക. ഇത് അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ തങ്ങളുടെ കോഴ്സിലോട്ട് ആശ്രയിക്കാനുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഇത്തവണ പ്രെഡിക്റ്റ് ചെയ്താൽ ഇനി അടുത്ത കൊല്ല പരീക്ഷ ആകുമ്പോഴേക്ക് ഞങ്ങളുടെ കോഴ്സിൽ 1000 രൂപ കൊടുത്ത് 3000 രൂപ കൊടുത്ത് കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ചില സ്കൂളുകളിലെ അധ്യാപകരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ചോദ്യ പേപ്പറുകൾ ഇതേപോലെ, ഞാൻ എന്റെ വീഡിയോയിൽ അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ള ചാനൽ ഏകദേശം ഒരു 70,000 ആൾക്കാരെ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് പാറ്റേൺസ് ഒക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. പക്ഷെ അതാണോ സംഭവിച്ചത്? അതല്ല. മാത്സ് പോലത്തെ, ഗണിതം പോലത്തെ ഒരു പരീക്ഷയിൽ വളരെ കൃത്യമായിട്ട് ഇന്നതാണ് ചോദ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ന വാല്യൂസ് വരെ കൃത്യമായിട്ട് നൽകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വീഡിയോസിന്റെ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഒരു പക്ഷേ ഈ വീഡിയോക്ക് പോയി മീഡിയ വണ്ണ് ഈ പുറത്തു വിടുന്ന ന്യൂസ് പോലും ഒരർത്ഥത്തിൽ അത്തരം ചാനലുകൾ, ഇത് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ചില കുട്ടികൾ എന്താ വിചാരിക്കും, ഇത് കണ്ടിട്ട് അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ഇതൊരു പുതിയ അറിവാണെന്ന് അവിടെ പോയിട്ട് ഇത് കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് കുട്ടികൾ പോകുന്നു. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഓണപരീക്ഷയ്ക്കും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്കുമൊക്കെ ഈ ചോദ്യ പേപ്പറുകൾ ചോർന്നുവെങ്കിൽ എന്തുകൊണ്ട് വാർഷിക പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് ഇത് സംഭവിച്ചുകൂടാ എന്നൊരു ചോദ്യം കൂടിയില്ലേ? പൊതുപരീക്ഷ കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ട്. കാരണം സീൽഡ് ആയിട്ടാണ് പേപ്പേഴ്സ് വരുന്നത്. നമുക്കൊക്കെ അറിയാം, സീൽഡ് ആയിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ എഴുതിയ സമയത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കവറൊക്കെ പൊട്ടിക്കുക, അല്ലെ? അപ്പോ അത് നമുക്ക് അത്ര കമ്പയറബിൾ അല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ സാധ്യതകളും നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും കൊല്ലപ്പരീക്ഷയുടെ ഒരു സെക്യൂരിറ്റിയോ സീക്രസിയോ എന്തിനില്ല ഈ അർദ്ധവാർഷിക പരീക്ഷകൾക്ക്. ഇത് വളരെ സിമ്പിൾ ആണ് ഫിക്സ് ചെയ്യാൻ. ഇത് ഡീസെൻട്രലൈസ് ചെയ്താൽ മതി. എന്തിനാണ് കേരളം മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനോണിമസ് ആയിട്ട് ഡിഫറെന്റ് സെന്റേഴ്സിലോട്ട് അയക്കാം, അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ജില്ലകൾക്ക് അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ രാജ്യത്ത് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടാ എന്നതുകൂടി ഉണ്ടായാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല, അല്ലേ?
അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തുകൊണ്ട് ആളുകൾ ഇത് ചെയ്യുന്നു, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രിഡിക്ട് ചെയ്താൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലോട്ട് കൂടുതൽ ആളുകൾ വരും, ഞങ്ങൾ കൂടുതൽ കുട്ടികൾ സപ്പോർട്ട് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ വീഡിയോ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പോലും ഇത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഇതിനെ കാണുക. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റിയാണ് ഇതിലൂടെ കിട്ടുന്നത്. പകരം ഇത്തരം ആളുകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫിക്സ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കുഴിച്ചു മൂടുന്ന ഒരു കാര്യത്തിലോട്ടാണ് പോകുക. കാരണം ഈ കുട്ടികൾ എഴുതുന്നത് ഒരു +2 പരീക്ഷ മാത്രമാണോ? അല്ലല്ലോ. നേരത്തെ പറഞ്ഞ നീറ്റ് പരീക്ഷ എഴുതണ്ടേ, JEE പരീക്ഷ എഴുതണ്ടേ, അതേപോലെ CUT പരീക്ഷ എഴുതണ്ടേ. CUT പരീക്ഷയിൽ എന്തുകൊണ്ടാണ് കേരളം പിന്നിലായി പോകുന്നത്? JEE പരീക്ഷയിൽ 3% പോപ്പുലേഷനുള്ള കേരളം എന്തുകൊണ്ടാണ് വെറും 1% ആൾക്കാർ മാത്രം ക്രാക്ക് ചെയ്യുന്നത്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ചയും ഇത്തരം പ്രഡിക്ഷനിലോട്ട് മാത്രം കുട്ടികൾ പോകുന്നതും തലേ ദിവസം മാത്രം ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം A+ കിട്ടാം എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വന്നു തുടങ്ങിയത്. ഇതിന്റെ റൂട്ട് കോസ് ഇവിടെയാണ്. തലേ ദിവസത്തെ ക്ലാസ് കണ്ടാൽ മാത്രം A+ കിട്ടാം എന്നുള്ള ചിന്ത കുട്ടികൾക്ക് വരുന്നതോടുകൂടി ഇത് ചെയ്യാം എന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നുകയും അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവും നമ്മുടെ ഭാവിയിലെ കുട്ടികളുടെ ഭാവിയും അവരറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ സഹായമില്ലാതെ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ ചോർത്താൻ കഴിയില്ല എന്നാണോ? ഒരിക്കലും അധ്യാപകരുടെ സഹായം ഇല്ലാതെ ഇത് ചോർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ഈസി ആയിട്ട് ഞാൻ ബോർഡ് എക്സാം SSLCയുടെ +2 ബോർഡ് പബ്ലിക് എക്സാം ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അധ്യാപകൻ വിചാരിച്ചാൽ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറുകൾ പല സ്കൂളുകളിലും എത്തുന്നുണ്ട്. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ അത് ചോർത്താവുന്നതേ ഉള്ളൂ. ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊന്നും അതിൽ യാതൊരു സംശയവും ഇല്ല. അജ്മൽ, നേരത്തെ ഓണപരീക്ഷയ്ക്കും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്നത്. ആ രീതിയിൽ അന്ന് അന്വേഷണം നടത്തി വിദ്യാഭ്യാസ വകുപ്പ് ഒരു റിപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അത് അത്ര ഗൗരവത്തിലെടുക്കാത്തതോ അതോ അന്നൊരു അന്വേഷണം നടത്തി ആരാണ് അതിന് പിന്നിലെന്നത് കണ്ടുപിടിക്കാത്തതോ ആണോ ഇന്നിപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുന്നത്? അതിന് ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഓണപരീക്ഷയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇത്ര വിശദമായിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാത്സ് പരീക്ഷ ഞാൻ വിശദമായി കുറെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് അനലൈസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടു. ഇതേ കാര്യം SSLCയുടെ ഇംഗ്ലീഷ് പേപ്പറിലും ഉണ്ട് എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട്, കാരണം ആ പ്രെഡിക്റ്റ് ചെയ്ത വീഡിയോ വെറും 15 മിനിറ്റാ. 15 മിനിറ്റിന്റെ ഉള്ളിൽ ഏകദേശം അതിലുള്ളൊരു 80% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൃത്യമായി ഏകദേശം വാല്യൂ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ആർക്കും, ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ഇനി പ്രെഡിക്റ്റ് ചെയ്താലും വാല്യൂസ് അടക്കം മാത്സ് പോലത്തെ ഒരു പരീക്ഷയിൽ 80% ശരിയായി വരാൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ നിലക്ക് അന്വേഷണം നടക്കണം. എന്തുകൊണ്ട് ഓണപരീക്ഷയുടെ സമയത്ത് അന്വേഷണം ഗൗരവമായി നടന്നില്ലേ, അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ക്രിസ്മസ് പരീക്ഷയെ സംബന്ധിച്ചിടത്ത് ഇത് വളരെ എവിഡന്റ് ആണ്. വളരെ സ്ട്രോങ് എവിഡൻസുകൾ എന്നെ പോലത്തെ ആളുകൾക്ക് വരെ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. അജ്മൽ, എവിടെയായിരിക്കും ഈ ചോർച്ച നടന്നിട്ടുണ്ടാവുക? സാധാരണയായി 2-3 സെറ്റ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കും, അതിലൊന്നായിരിക്കും അച്ചടിക്കായി പോവുക. അത് ഈ അച്ചടിക്കാൻ പോകുന്നിടത്തായിരിക്കുമോ അതോ ഈ അച്ചടിച്ചതിന് ശേഷം പരീക്ഷാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ എത്തിയെടുത്തുനിന്നായിരിക്കുമോ ചോർന്നിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് സ്കൂളുകളിൽ വളരെ സീൽഡ് ആയിട്ടൊന്നുമല്ല ഈ എക്സാം പേപ്പറുകൾ എത്തുന്നത്. സ്കൂളുകളിൽ നിന്ന് ചോരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ചോർത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ സോഴ്സിൽ തന്നെ ചോർന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്നുള്ളത് അത് അന്വേഷിക്കേണ്ടത് കൂടുതൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം വേണ്ടതാണ്. ഇത് വളരെ ഒബ്വിയസ് ആയിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, സ്കൂളുകളിൽ നിന്ന് ചോർത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഇതിലൂടെ ചോർത്തുന്നതിന് പിന്നിലൊരു സംഘമുണ്ടല്ലോ, അവർ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഈ ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആപ്പുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്നത് മാത്രമായിരിക്കുമോ? അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്ന് ഓണപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവര് ഒരു ട്യൂഷൻ സെന്റർ A അവർ 5 ചോദ്യം 10ൽ 5 ചോദ്യം പ്രെഡിക്റ്റ് ചെയ്തു. ട്യൂഷൻ സെന്റർ B 10ൽ 8 ചോദ്യം പ്രെഡിക്റ്റ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആരുടെ കോഴ്സാണ് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക? ബിയുടെ കോഴ്സാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആരുടെ ചാനലിലോട്ടാണ് പോവുക? ബിയുടെ ചാനലിലോട്ടാണ് പോകുന്നത്. ഇത്ര സിമ്പിൾ ലോജിക്കാണിത്. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യൂവർഷിപ്പ് കൂട്ടണം. ഈ വ്യൂവർഷിപ്പ് കൂട്ടിയാൽ അവരുടെ കോഴ്സിലോട്ട്, അവർ സെല് ചെയ്യുന്ന കോഴ്സിലോട്ട് കൂടുതൽ കുട്ടികൾ വരും. കുട്ടികൾ അവരുടെ ഫാൻസ് ആയിട്ട് മാറും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികൾ കൂടുതൽ കൊണ്ടുവരിക, റവന്യൂ വർദ്ധിപ്പിക്കുക, കൂടുതൽ
ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അത് വളരെ സിമ്പിളാണ്. യെസ്, അജ്മൽ, ഒരു കാര്യം കൂടി. നമ്മുടെ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ചില സർക്കാർ അധ്യാപകരുണ്ട്. അങ്ങനെയുള്ള പല വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർ തന്നെയായിരിക്കില്ലേ ഇതിന് പിന്നിലും? ഇത് ഒരു അസംഷനാണ്, എനിക്കറിയില്ല. അത്തരത്തിലുള്ളവരാ. ഇനി ഒരു ട്യൂഷൻ സെന്ററിലും ഭാഗമല്ലാത്ത ചില അധ്യാപകരും ഇത് അവർക്ക് ചിലപ്പോൾ കാശിന് വേണ്ടി ചോർത്തി കൊടുക്കുന്നവരുണ്ടാവാം. എന്തും സംഭവിക്കാലോ. അത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനമാണ്. അത് അവരെ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ആരായാലും അത് തീർച്ചയായിട്ടും ആരായാലും അതിന് പിന്നിലുള്ള ആളുകളെ പിടികൂടണം. ഇല്ലെങ്കിൽ ഇത് കേവലം ഒരു ചോദ്യപേപ്പർ ചോർന്ന വിഷയമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന, നമ്മുടെ പരീക്ഷകൾ ഓവർ സിംപ്ലിഫൈഡ് ആയി പോകുന്ന, അതുവഴി നമ്മുടെ കുട്ടികൾ പഠനത്തെ ഗൗരവത്തിലെടുക്കാതിരിക്കുകയും അവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഓൾറെഡി അത് തന്നെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ ഈ ചോദ്യപേപ്പർ ചോരുന്നത് ആവർത്തിക്കുന്നതിന്റെ ഒരു ഗുരുതര പ്രത്യാഘാതം എന്ന് പറയുന്നതും. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നു. കുട്ടികൾ ഇനി അധികം മാർക്ക് വാങ്ങിയാലും അവർ ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലേക്ക് മാറിപ്പോകാനുമുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും ക്വാളിറ്റി ഇല്ലാത്ത മാർഗത്തിലോട്ട് ആൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഡാറ്റ പറഞ്ഞുതരാം. IIT പരീക്ഷയിൽ 16,000-17,000 ആളുകൾ ഓരോ വർഷം അഡ്മിഷൻ എടുക്കുന്നതിൽ മലയാളികളുടെ എണ്ണം 200 അത് കേവലം 1%. മലയാളികളുടെ പോപ്പുലേഷൻ 3%. എന്താ കാരണം? പ്രബുദ്ധരായിട്ടുള്ള 100% സാക്ഷരരായിട്ടുള്ള മലയാളികൾ. എന്തുകൊണ്ടാണ് IIT പോലുള്ള, ഞാൻ IIT മദ്രാസ് പഠിച്ചാളാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ്. കഴിഞ്ഞ തവണ CUET എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നു. ഡൽഹിയിൽ നടക്കുന്ന പരീക്ഷയാണ്, അല്ലെ? ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ JNU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നടക്കുന്ന പരീക്ഷയാണ്. മുമ്പ് +2 മാർക്ക് വെച്ചായിരുന്നു അഡ്മിഷൻ. 2,500 കുട്ടികൾ ഒരു വർഷം അഡ്മിഷൻ എടുത്തെടുത്ത് കഴിഞ്ഞ വർഷം വെറും 340 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തത്. എന്താ കാരണം? പ്രഥം എന്ന് പറയുന്ന NGO നടത്തുന്ന 2 വർഷം കൂടുമ്പോൾ നടത്തുന്ന സർവേ ഉണ്ട്. എയ്സർ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് അവർ നടത്തുന്നുണ്ട്. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് പ്രകാരം കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 39% ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രമാണ് 2 നമ്പറുകൾ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അഥവാ ഹരിക്കാൻ അറിയുക. എന്താ കാരണം? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയാണ്. എവിടെയാണ് നിലവാര തകർച്ച ഉണ്ടാവുന്നത്? ഈസി ആയിട്ടുള്ള പരീക്ഷകളും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ മേലെ കൂടി ഇനി ചോർത്തൽ കൂടി വരുമ്പോൾ അവിടെ നിലവാര തകർച്ചയാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിരിക്കും, കുറെ മാർക്ക് കിട്ടും, കുറെ A+ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ A+കളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തകരുകയും അതനുസരിച്ച് നമ്മുടെ കുട്ടികൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എയിംസിലും IIT-ലും NIT-ലും ജിപ്മറിലും IIMS-ലും പോയി പഠിക്കേണ്ട നമ്മുടെ കുട്ടികൾ ലോക്കൽ കോളേജസിൽ ഒതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് വണ്ടി കയറുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം എന്നത്.